വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ആക്സസറി ഷോപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ഈ ഷോപ്പിൻ്റെ നെയിം സൗണ്ട് ട്രാക്ക് എന്നാണ്. ഇത് സനയ്യ M2ലാണ് വരുന്നത് ഈ ഷോപ്പ്. ഇവിടെ ഒരുപാട് കാർ ആക്സസറി ഷോപ്പ് ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദറും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഷോപ്പാണ് സൗണ്ട് ട്രാക്ക്. അടിപൊളി വർക്കാണ് അവർ, നല്ല രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാറ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തോന്നുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. UAE-ലുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കാം ഏത് തരത്തിലുള്ള വർക്കുകളാണ് ഇവർ കാറുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ കാറുകളാണ് ഇവിടെ വരാറ്, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോവാം. സ്റ്റാഫിനോട് തന്നെ ഈ ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇവർ ഏതൊക്കെ കാർസ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് ഇവരുടെ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ഷോപ്പിൻ്റെ പേര് സൗണ്ട് ട്രാക്ക് ഓട്ടോ അക്സസറീസ് ആണ്. നമ്മുടെ മെയിൻലി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് സിസ്റ്റം ചെയ്യും, അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അക്സസറീസ് അത് എല്ലാ വർക്കുകളും ചെയ്യും. മറൈൻ വരെ നമ്മൾ മറൈൻ്റെ ഐറ്റംസ് വരെ നമ്മൾ പിന്നെ പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് സൗണ്ട് സിസ്റ്റത്തിലാണ്. നമ്മുടെ സ്പെഷ്യൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പനീറാണ്. പിന്നെ നമ്മുടെ അടുത്ത് JBL വരുന്നുണ്ട്, പനീറിൻ്റെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇരിക്കുന്നത് വെച്ചാൽ ഈ DVD ആണ്. ഇവിടെ പ്രത്യേക ഡാഷ്ബോർഡിൽ വരുന്നതാണ്. അതായത് നമ്മൾ ഡാഷ്ബോർഡിനകത്ത് വരുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കും. ഇതിനകത്ത് കാർപ്ലേ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. ഇത് നമുക്ക് പനീറിൻ്റെ ഒരു ഓതറൈസേഷൻ ഇതാണ് നമ്മളുള്ളത്. പിന്നെ പറയും ഇത് പൈനീർ D സീരീസ് വെർഷനാണ്, ചാമ്പ്യൻ സീരീസ് ആണ്. ഇതിൽ ഏറ്റവും ബെറ്റർ തന്നെ ഇതാണ് പൈനീറിൽ. ഓക്കെ, പിന്നെ പൈനീറിൽ നമുക്ക് സബ് വൂഫേഴ്സ് വരുന്നുണ്ട്, എല്ലാ രീതിയിലും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് 800 വാട്ട്സ് തൊട്ട് 1500 വാട്ട്സ് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കാർപ്ലേ സപ്പോർട്ടറാണ്, കാര്യങ്ങളൊക്കെ. ഇത് മറൈൻ്റെയാണ്, പൈനീറിൽ മറൈൻ്റെ സെറ്റാണ്. അതുപോലെ തന്നെ ഇതൊക്കെ സിംഗിൾ ഡിങ്സ് ആണ് പൈനീറിൻ്റെ. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് നമുക്ക് എന്താ പറയുക, ആപ്പിൾ കാർപ്ലേ വരുന്നതാണ്. ഇച്ചിരി വലിയ സെറ്റാണ്. ഇത് ടൊയോട്ടയ്ക്ക് വേണ്ടി വരുന്നതാണ്. പിന്നെ ഇതെല്ലാം ഈ കാണുന്ന സെറ്റുകളെല്ലാം നമുക്ക് യൂണിവേഴ്സലായിട്ട് ചെയ്യാവുന്നതാണ്, എല്ലാ വണ്ടിയിലും ചെയ്യാവുന്നതാണ്. അതെ. പിന്നെ നമുക്ക് കിടക്കുമ്പോൾ പൈനീറിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്കിവിടെ വരുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 വേ 3 വേ 4 വേ എല്ലാം വരുന്നുണ്ട്. ഇത് പൈനീറിൻ്റെ 4 വേ ആണ്. അതായത് 4 വേസ് ഉണ്ടാവും. 1 2 3 4 അങ്ങനെ 4 വേസ്. പിന്നെ നമുക്ക് കമ്പോണൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവൽ ഷേപ്പ് വരുന്നുണ്ട്. 3 വേ 4 വേ. പിന്നെ വരുന്നത് വെച്ചാൽ പൈനീർ D സീരീസ് ആണ്, നമ്മൾ നേരത്തെ കാണിച്ചത് D സീരീസ്. അതുപോലെ തന്നെ പൈനീറിൻ്റെ ചെറിയ ഇഞ്ചസിൻ്റെ സ്പീക്കേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. പൈനീറിലല്ല, നമ്മൾ അതൊരു കസ്റ്റമർ ബേസ്ഡ് ആണ്. അതായത് ഒരു കസ്റ്റമർ നമുക്കിപ്പോൾ അവർക്ക് ഓരോരുത്തരും ഓരോ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചിലർ പൈനീറിലായിരിക്കും സാറ്റിസ്ഫൈഡ്, ചിലർ JBL-ലായിരിക്കും. അങ്ങനെ ഓരോരുത്തർ അവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള എല്ലാ കസ്റ്റമൈസ്ഡ് സാധനവും നമുക്ക് കൊടുക്കും. നമുക്ക് വെച്ചാൽ പൈനീർ നമുക്ക് മാറിൻ അക്സസറീസ് ആണ്. മാറിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആംപ്ലിഫയർ, അതുപോലെ തന്നെ സെറ്റ് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന പൈനീറിൽ തന്നെ നമുക്ക് നോക്കാം. പൈനീറിൽ വരുന്ന 2 വേ സ്പീക്കറാണ്. അതായത് നമുക്കിത് വാട്ടർ പ്രൂഫാണത്.
ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ വരുന്നത് 200 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ ഇത് മറൈനിൽ വരുന്ന നക്കാമിച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിലും നമുക്ക് ഇത് 2-way ആണ്, 8-inch സ്പീക്കറാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മറൈനിൽ ഹേർട്സിൻ്റെ ബ്രാൻഡിൽ വരുന്ന ആംപ്ലിഫയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഹേർട്സിൻ്റെ മറൈൻ ആംപ്ലിഫയർ ആണ്. ഇത് വാട്ടർ പ്രൂഫാണ്, മറൈനിൽ യൂസ് ചെയ്യാനാണ്. 4 ചാനൽ ആംപ്ലിഫയർ ആണ്, 760 വാട്ട്സ് ആണ് വരുന്നത്. ഇത് ഹേർട്സ് ആണ് ബ്രാൻഡ്. അറബികളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ആകുമ്പോൾ ബോട്ട് കൊടുത്ത് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുള്ള് സെറ്റപ്പ് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്, സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ. അതാണ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറഞ്ഞു തന്നത്. ഇത് തന്നെ നമുക്ക് വേറെ സംഭവം എന്ന് വെച്ചാൽ ഫൈനൽ നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ വെക്കാൻ പറ്റും. അതായത് വളരത്തിൽ വരുന്ന സബ് ബൂഫറാണ്. അതായത് നമുക്ക് സീറ്റിൻ്റെ അടി, അതായത് നമുക്കിപ്പോൾ സ്പേസ് ഇല്ലാത്ത വണ്ടികൾ, ചെറിയ വണ്ടികൾ, അതുപോലെ തന്നെ സബ് ബൂഫർ വെച്ചിട്ട് ഡിക്കി സ്പേസ്, ട്രങ്ക് സ്പേസ് കളയാനായിട്ട് താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ്, അവർക്ക് വേണ്ടി നമുക്ക് വരുന്നൊരു സബ് ബൂഫറാണത്. അതിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റാണ് ഇത്. ചെറിയ വണ്ടിയിൽ ചെണ്ട വെക്കേണ്ട കാര്യമില്ല, സ്പേസ് കുറയാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സബ് ബൂഫേഴ്സ് ആണ് ഇത് രണ്ടും. കോമ്പാക്ട് ഇത് പൈനിയറിൽ വരുന്നുണ്ട്, JBL വരുന്നുണ്ട്. JBL അത് ഹാർമൻ JBL പറഞ്ഞാൽ കുറച്ചുകൂടി പവർ കൂടിയ സാധനമായിരിക്കും. ഇതിനേക്കാളും ഇച്ചിരി പവർ കൂട്ടുണ്ടാവും ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ JBLൻ്റെ 5 ചാനൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. ക്വാളിറ്റി കൂടുതലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വെച്ചാൽ JBLൻ്റെ ഹാർമാൻ്റെ GTO 6090C എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അതായത് ഹൈ ക്വാളിറ്റി വേരിയൻ്റ് ആണ്. JBL വരുന്ന ക്വാളിറ്റികളിൽ ബെറ്റർ ക്വാളിറ്റിയാണ്. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ബട്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പീക്ക് പെർഫോമൻസ് ആണ്. ഇത് വരുന്നത് 270 വാട്ട്സിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നമുക്ക് കിട്ടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു നമുക്ക് ഫിൽറ്റർ ബോക്സ് ഉണ്ടാവും, 2 ട്യൂട്ടേഴ്സ് ഉണ്ടാവും, സ്പീക്കേഴ്സ് ഉണ്ടാവും. ഒരു പെയർ സ്പീക്കർ, ഒരു പെയർ ട്യൂട്ടർ, ഒരു ഫിൽറ്റർ. അത് ഫിൽറ്റർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പീക്കേഴ്സിൻ്റെ പ്യുവർ ക്വാളിറ്റി കിട്ടാൻ, സൗണ്ടിൻ്റെ പ്യുവർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ബെറ്റർ സൗണ്ട് എക്സ്പീരിയൻസ് വേണ്ടവർ, അങ്ങനെയുള്ളവർ ഇത് തന്നെ ചൂസ് ചെയ്യും. സൗണ്ട് സിസ്റ്റത്തിനെ പറ്റി അറിയാവുന്നതാണ്. സൗണ്ട് സിസ്റ്റം എങ്ങനെയായിരിക്കണമെന്ന് ഒരു സങ്കല്പമുള്ള ഒരാൾ അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത് സാധനമായിരിക്കും. കാരണം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ല, ഒരു നോർമലി ഇതിൽ കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ യൂസ്, അതായത് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും ഇതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കും, JBLനെ പറ്റി അറിയാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്യൂർ ക്വാളിറ്റി സൗണ്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ടിൻറ്റിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സ്റ്റാഫിനെ നമുക്ക് പറഞ്ഞുതരും. ആണ് ഈ ടിൻറ്റിങ്ങിന് ഉള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മളിപ്പോൾ ടിൻറ്റിങ്ങിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ടിൻറ്റിങ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 3M ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അതായത് 3Mൻ്റെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൺഗാർഡ് ചെയ്യുന്നുണ്ട്, ഗാർബിയർ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ വേറെ ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ നാനോ സെറാമിക് ചെയ്യുന്നുണ്ട്. ഏതാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് വരുന്നത്? എമിറാത്തീസ് വന്ന് ചെയ്യാറ് ഏത് ബ്രാൻഡാണ് കൂടുതൽ? നമുക്ക് കൂടുതൽ ഇവിടെ നമ്മൾ ടിൻറ്റിങ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂട് കുറക്കാൻ, വണ്ടിനകത്ത് ചൂട് കുറക്കാൻ ആ ഒരു സ്പെക്കിന് വേണ്ടിയാണ് കൂടുതലായി ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ബ്രാൻഡ്, അതായത് നമ്മുടെ സൺഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ആ ബ്രാൻഡാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു 10 വർഷത്തെ വാറണ്ടി വരെ നമുക്ക് അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതെ, 10 വർഷത്തെ വാറണ്ടി അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് അത്രയും ക്വാളിറ്റി ഉള്ള പേപ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ ആ പേപ്പർ നമ്മൾ പിടിച്ചു നോക്കി തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് രണ്ടാമത് വെച്ചാൽ 3M ആണ്. 3M നല്ലൊരു ബ്രാൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് 3M. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രീതിയിൽ വരുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ കസ്റ്റമറും നമ്മൾ ഹാപ്പി ആകുന്ന രീതിയിലാണ് നമ്മുടെ ടിൻറ്റിങ് സർവീസ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് കൂടിയ പേപ്പർ തുടങ്ങി കുറഞ്ഞ പേപ്പർ വരെയാണ്. അതായത് നമ്മൾ 200-ൽ നിൽക്കുന്ന പേപ്പർ സർവീസ് പറയുന്നത്. നമ്മുടെ കുറഞ്ഞ പേപ്പർ തൊട്ട് കൂടിയ പേപ്പർ വരെ. അതായത് എല്ലാ രീതിയിലും നമുക്ക് കസ്റ്റമറിന്റെ എങ്ങനത്തെ രീതിയിലാണ് വേണ്ടത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നാനോ സെറാമിക് എന്ന് പറഞ്ഞ ബ്രാൻഡുള്ള പേപ്പർ ഉണ്ട്. അത് നമുക്കൊരു 90% ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് നാനോ സെറാമിക്. അതുപോലെ നമ്മളൊരു വാറണ്ടി കൊടുക്കുന്നത് 3 വർഷത്തെ വാറണ്ടി, 5 വർഷത്തെ വാറണ്ടി, പല രീതിയിൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതൊരു പേപ്പറിനനുസരിച്ചിരിക്കും. സെറാമിക് പേപ്പർ വരുന്നത്. അതായത് ഓരോ പേപ്പറിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ടോപ്പായിട്ട് നമ്മൾ പറഞ്ഞത് സൺഗാർഡാണ്. സ്റ്റിക്കർ റാപ്പിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ സ്റ്റിക്കർ റാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പല ക്വാളിറ്റിയിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ബബിൾ പീസാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഏത് കളർ വേണം കസ്റ്റമറിന് ചൂസ് ചെയ്യാനുള്ളത്. നമ്മുടെ കാറ്റലോഗുകൾ, അതായത് ഓരോ സ്റ്റിക്കേഴ്സിനും ഏത് കളേഴ്സ്, ഏത് മെറ്റീരിയൽ, അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കാണിക്കുന്ന. അതായത് സിൽക്കി ടൈപ്പ്, പിന്നെ മാറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ക്രോം ടൈപ്പ്, ക്രോമിൽ വരുന്നുണ്ട്.
അതായത് ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള കളേഴ്സും നമുക്ക് ഏതാണ് നമുക്ക് ചെയ്തെടുക്കുക വന്നത്. ഇതിനകത്ത് മോഡൽ അടക്കം ഉണ്ടാവും. അതായത് ഇപ്പോൾ മെറ്റാലിക് രീതിയിൽ വരുന്നത്, പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ക്രോം ഫിനിഷ് വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സ്റ്റിക്കേഴ്സിൻ്റെയും കാറ്റലോഗാണത്. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ വർക്കിൻ്റെ നമ്മൾ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള കാറ്റലോഗ്സുകളാണ് ഈ കാണുന്നത്. കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്യാറുള്ള കളർ ഏതൊക്കെയാണ്? കൂടുതലായിട്ട് ആൾക്കാർ ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്ക് വൈറ്റ് ഒക്കെയാണ് ചൂസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഫിലിപ്പീനി കസ്റ്റമേഴ്സ് ഒക്കെ വരും, അവർ ചൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഇതല്ല അവർ ചൂസ് ചെയ്യുന്ന കളേഴ്സാണ്. കാരണം വെച്ചാൽ അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന മസിൽ കാറായിരിക്കും. മസിൽ കാറിന് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ എങ്ങനത്തെ. കാരണം അവർ യൂസ് ചെയ്യുന്ന ഡോഡ്ജ്, മസ്റ്റാങ് അങ്ങനത്തെ വണ്ടികളിൽ ഇവർ ഈ വർക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെന്നുള്ളത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫോട്ടോസും കൂടി ഹെഡ്സിൻ്റെ സ്പീക്കറിനെ പറ്റിയാണ് പറയുന്നത്. ഹെഡ്സിൻ്റെ നമുക്ക് ഹെഡ്സിൽ 60 വാട്ടിൽ വരുന്ന സ്പീക്കേഴ്സ് തൊട്ട് നമുക്കിവിടെ 165 വാട്ട്സിലാണ്. ഇത് കമ്പോണൻറ്റ് സ്പീക്കറാണ്. ഇതിൽ ഹെഡ്സിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്ന സ്പീക്കറാണ്. നമ്മുടെ കമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഹെഡ്സിൻ്റെ സ്പീക്കറാണ്. പിന്നെ ഇത് നമ്മൾ JBLൻ്റെ കോയാക്സൽ സ്പീക്കറാണ്. ഇത് വരുന്നത് 210 വാട്ട്സാണ്. ഇതും നമുക്ക് 3-വേ സ്പീക്കറാണ്. അതായത് ഇതിൻ്റെ വാട്ട്സിനകത്ത് അതായത് 210 വാട്ട്സിനുള്ള പവറും അതിൻ്റെ പെർഫോമൻസും വളരെ കൂടുതലാണ്. ഇതിൻ്റെ വേരിയൻ്റ് വരുന്നത് GT796 എന്നാണ് ഇതിൻ്റെ പേര്. അടുത്തതായി പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ JBLൻ്റെ ആമ്പാണ്. നമുക്ക് JBLൻ്റെ ആമ്പ് വരുന്നത് വെച്ചാൽ 5 ചാനൽ ആമ്പാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. 4 ചാനൽ ആമ്പാണ് നമ്മുടെ 5 ചാനൽ ആമ്പ് JBLൻ്റെ വെച്ചിട്ടുണ്ട്. അതായത് വെച്ചാൽ നമുക്ക് 5 അതായത് നിലവിൽ നമുക്കിപ്പോൾ 4 ഡോർസില്ല സ്പീക്കേഴ്സും അതുപോലെ തന്നെ സബ്വൂഫറും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു നല്ല പെർഫോമൻസ് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യും. എന്ന് പറയുന്നത് നമ്മൾ DVD ആണ്, ആൻഡ്രോയിഡ് DVDസാണ് വരുന്നത്. ഇത് വരുന്നത് വെച്ചാൽ നമ്മൾ ഓരോ വണ്ടിക്കും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓരോ സിസ്റ്റം ആയിരിക്കും വരുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം ആയിരിക്കും വരുന്നത്. ഇത് പജേറോൻ്റെ ആണ്. പജേറോ നമുക്ക് ഓരോ കമ്പനിക്ക് നമ്മൾ വാറണ്ടീസ് കിട്ടത്തില്ല. നമുക്ക് വേറെ സിസ്റ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടീസ് ക്ലെയിം ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യം, വയറ് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്കിത് ഡയറക്റ്റ് അതായത് ഒറിജിനൽ സെറ്റിൽ ഒറിജിനൽ DVDയിൽ നമ്മൾ മാറ്റിയിട്ട് നേരത്തോടെ കൊണ്ട് ചെയ്യാവുന്നതാണ്. അധികം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും മറ്റ് സാധാരണ യൂണിവേഴ്സിലാവുമ്പോൾ നമുക്ക് അതിന് വേണ്ടി പാനൽസ് കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ അതിന് പ്രശ്നമില്ല. നമുക്ക് കറക്റ്റ് ആ ഒരു ഫിക്സിങ്ങില്ല, അതായത് കപ്ലർ ഫിക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് വേരിയൻസ് നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് ഇതേപോലെ നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് വരുന്ന എല്ലാ വണ്ടിക്കും ഇപ്പോൾ പജേറോ, ലാൻഡ് ക്രൂസർ, GMC, Civic, പിന്നെ Camry, Altima, അങ്ങനെ RAV4, Lancer, Corolla, അങ്ങനെ എല്ലാ വണ്ടിക്കും. അടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒരു വാട്ടർലെസ് വാഷാണ് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ വാഷാണ്. അതായത് നമുക്ക് വെള്ളം വേണ്ട, അതായത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ വെള്ളം യൂസ് ചെയ്യാണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നൊരു വാഷ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. UAE കാറുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച സൗണ്ട് ട്രാക്കിനും പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനും നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു. ബൈ.